എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ എന്തായാലും എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവില്ലേ, ഞാനിന്ന് ശബരിമലയിൽ പോവുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലിയാണ്. എരുമേലി കാട്ടിനകത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഈ എരുമേലിയിൽ നിന്ന് പമ്പ വരെ 48 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ന് കാട്ടിക്കൂടെയുള്ള ഒരു യാത്രയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി 1:30 മണിക്കാണ് എരുമേലി എത്തിയത്. എരുമേലിയിൽ നിന്ന് അവിടെയൊക്കെ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ആണ് ഉടൻ തന്നെ അവിടെ നടന്ന് പിന്നെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് എരുമേലിയിൽ. ആ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന 6 മണിക്ക് തുറക്കത്തുള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്നാണ് ഞങ്ങൾ തന്നെ ഇപ്പോൾ ഏതാണ്ട് കാളകെട്ടി എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ എത്താറായി. ഒരു അമ്പലമുണ്ട്, അവിടെ എത്താറായി എന്തായാലും. പിന്നെ അപ്പോൾ എന്തായാലും കാട്ടിക്കൊള്ള നടത്താൻ ഇപ്പോൾ ഇതുവഴിയൊക്കെ ഇപ്പം ഈ ഫോറസ്റ്റായിട്ട് ജീപ്പൊക്കെ പോകുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടവും ഇതൊക്കെ നല്ല ഒരു അരുവി പോലെ കണ്ടപ്പം അങ്ങനെ നിർത്തിയതാണ്. രാവിലെ ഞങ്ങൾ 6 മണിക്ക് നടന്നു തുടങ്ങിയതാണ്. ഇനി ഈ കാളകെട്ടി പോയിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത് കയറ്റം എന്നുള്ളത് അഴുതയാണ്. അപ്പോൾ കാട്ടിക്കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട്, കാരണം അത്രയും പറയാൻ പറ്റാത്തൊരു ഇതാണ് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 25 പ്രാവശ്യം ഞാൻ ഇവിടെ ഈ ഇതുവഴി വന്നിട്ടുണ്ട്. ഞാൻ ശബരിമല പോകുന്നത് എൻ്റെ 30 പ്രാവശ്യം കഴിഞ്ഞു ഞാൻ. അപ്പോൾ എന്തായാലും ഈ കാട്ടിക്കൂടെയുള്ള യാത്രയെന്ന് പറഞ്ഞത് എന്തായാലും ഒരു അതിമനോഹരമായ കാഴ്ചയാണ്. ഇനി അങ്ങോട്ടുള്ള ഈ കാട്ടിക്കൂടെയുള്ള കാഴ്ചകളെല്ലാം നോക്കാം. ഇതാ കണ്ടോ, ഇതിപ്പം ഞങ്ങൾ നടന്ന് പോകുന്ന വഴി കേട്ടോ. ഒരുപാട് അയ്യപ്പന്മാരുണ്ട് കേട്ടോ. കൂടുതലും തമിഴ്നാട്, ആന്ധ്ര, കർണാടക തന്നെയായിട്ട് കൂടുതലുള്ളത്. എൻ്റെ കൂടെ എൻ്റെ സഹോദര മോനുണ്ട്. നല്ല മോനാണ് ഇതാ പോകുന്നത്. ഇവിടെ ഒരുപാട് കടകളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്ത് ഇരുന്നിരുന്നാണ് പോകുന്നത്. കാരണം പിന്നെ രാവിലെ കുറച്ച് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇരുമുടി കെട്ട് ബാഗിലാക്കിയത്. ചെറിയ മഴ ഉണ്ടായിരുന്നു, ഇപ്പം കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്, ഞങ്ങൾ കാപ്പി കുടിക്കുന്ന അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കാളകെട്ടിയാണ് കേട്ടോ. കാളകെട്ടിയിലെത്താൻ വേണ്ടി ഇനി ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ കൂടെ ഉണ്ട് കാളകെട്ടിയിലെത്താൻ വേണ്ടി. അതുകൊണ്ട് കടകളുണ്ട്, കടകളൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കും കടകളൊക്കെ ചിലത് കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നല്ല നടന്നു പോയി ക്ഷീണിക്കുമ്പോഴേ കണ്ടോ, നല്ല അടിപൊളി ജ്യൂസൊക്കെ ഉണ്ട് കണ്ടോ. നോക്കി, പൈനാപ്പിള്, ഓറഞ്ച് ഉണ്ടോ. ഇത് കണ്ടോ, ഇതിപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് നടന്നു വരുന്ന വഴിക്ക് കണ്ടൊരു വെള്ളച്ചാട്ടം കണ്ടു. വെള്ളച്ചാട്ടം വെച്ചാൽ അതൊരു അണ പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട്. കാരണം ഈ കാടിൻ്റെ അകത്ത് കാണാൻ നല്ല രസമുണ്ട് കണ്ടു. ഇവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യണേക്കും അല്ലേ? കാണൂല്ലേ, കുളിക്കില്ലേ ഇവിടെ? എന്തായാലും ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ അയ്യപ്പന്മാർ പോയിട്ടോ. അത് കൂടുതലും ആന്ധ്ര, കർണാടക അങ്ങനെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. ബാക്കിൽ നിന്നും വരുന്നുണ്ട് ഒരുപാട് പേര്. അതാണ്ട ബാക്കിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല രസമുണ്ട്. ഇവിടെ കുറച്ചൊരു വിജനമായ ഒരു സ്ഥലം കേട്ടോ. കണ്ടോ, കാരണം വലിയ ചൂടൊന്നുമില്ല. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ അമ്പലത്തിൽ അവിടെയാണ് കിടന്നത്. അപ്പം നല്ല തണുപ്പായിരുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുറച്ചു നേരം എണീറ്റൊക്കെ ഇരുന്നാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. അത്ര തണുപ്പായിരുന്നു. പക്ഷെ ഇപ്പം വലിയ ചൂടൊന്നുമില്ല, എന്നാലും നല്ലൊരു ക്ലൈമറ്റാണ്. നടന്നു പോകാൻ പറ്റിയ നല്ല ക്ലൈമറ്റ്. ഇവിടെ കണ്ടോ, അടുത്ത് പുതിയ കടയ്ക്ക് വേണ്ടി അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി വിളക്ക് സമയമൊക്കെ ആകുമ്പോൾ ആ സീസണിൽ ആണ് ഒരുപാട് ആൾക്കാർ ഇതുവഴി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവർ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്കും അങ്ങനെയാണ്. കുറേ സ്വാമിമാർ ഇതാണ്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. ഇത് അങ്ങ് ദൂരെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, കോവിലിൽ. അവിടെയാണ് കാളകെട്ടി ക്ഷേത്രം. എന്തായാലും കണ്ടില്ല എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. അതാ കണ്ടോ, ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ. ഇതിന് വലിയ പഴക്കമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കേട്ടോ, എൻ്റെ ഇവിടെ 2-3 സ്ഥലത്ത് കിടപ്പുണ്ട്. കണ്ടോ, എങ്ങനെ അതിൽ ഒരാഴ്ചക്കകത്താവുന്നുള്ളൂ കണ്ടോ. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ കാളകെട്ടി അമ്പലത്തിന് കുറച്ച് ഇപ്പുറത്താണ് കേട്ടോ അത് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നൈറ്റിൽ എന്തായാലും അതിവിടെ കാണാൻ ചാൻസ് ഉണ്ട്.
ചാൻസ് ഉണ്ടെന്നല്ല, എന്തായാലും ഇവിടെ ആന കൂടുതലുള്ള ഒരു സ്ഥലവും കൂടെയാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് അവർ 6 മണി കഴിഞ്ഞിട്ടും പിന്നെ വൈകിട്ട് 2 മണി വരെയാണ്, ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സമയം. അപ്പോൾ എവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അവിടെ സ്റ്റേ ചെയ്യണം എന്നാണ് അവർ ഫോറസ്റ്റുകാർ പറഞ്ഞിരിക്കുന്നത്. കാരണം വന്യമൃഗങ്ങളൊക്കെ ഇതാണ്ട് ഇവിടെ കിടന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് നിൽക്കുന്നുണ്ടോ, ഇവിടെ അടുപ്പിച്ചുകൊണ്ട് കേട്ടോ. ഞങ്ങൾ ഈ അമ്പലത്തിന്റെ അടുത്തെത്താറായിട്ട് അടുത്തെത്തിയപ്പോഴും പിന്നെ അതാ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു. 2-3 വെള്ളച്ചാട്ടം കഴിഞ്ഞു. അതുകൊണ്ട് ഈ പാട്ട് കേൾക്കുന്ന അതിൻ്റെ ആ ടോപ്പിൽ തന്നെ അമ്പലമുള്ള. എനിക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, കാരണം വേറെ ഇല്ല, പിന്നെ ഭയങ്കര കല്ല് കണ്ടോ, ഈ കല്ലിൽ കൂടെ ചവിട്ടി നടക്കാൻ ഇച്ചിരി പാട് തന്നെ. കണ്ടോ ഒരു സൂപ്പർ വെള്ളച്ചാട്ടം കണ്ടോ. അവിടെ നിന്നും വരുന്നുണ്ട് വെള്ളം ഉണ്ടോ, ഇവിടെ നിന്നും വരുന്നുണ്ട്, ഇവിടെ നിന്നും വരുന്നുണ്ട് കണ്ടോ. ഇത് രണ്ടും കൂടെ വന്നത് ഇവിടെയാണ് സംഗമിക്കുന്നുണ്ട്. എന്താ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുളിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പൊ നമുക്ക് അങ്ങ് അഴുതേപ്പി കുളിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കുളിക്കാത്തത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എന്താ ബാക്കിൽ നിന്ന് അയ്യപ്പന്മാരൊക്കെ വരുന്നുണ്ട്. എനിക്കൊരു മഴയത്ത് നല്ല കാര്യം. ഇതുവഴി ജീപ്പ് പോകുന്ന വഴിയാണ്, ഇവിടെ ഫോറസ്റ്റുകാരുടെ ജീപ്പൊക്കെ പോകുന്ന വഴിയാണ് ഈ വഴി. ഈ മഴ സമയത്തൊക്കെ നല്ല വെള്ളമായിരിക്കും. കഴിക്കാൻ പൊറോട്ട, ചപ്പാത്തി, ഒരു കഞ്ഞി, ദോശ, ചെറിയ ദോശയുണ്ട്, കട്ട് ദോശയുണ്ട്. ചെറിയ ദോശ മതി. നിനക്കെന്താണ്? ചെറിയ ദോശ തന്നാൽ മതി, ചെറുത് മതി. അതെത്രയാണ്? അത് 30 രൂപ. ചെറുതാ? ചെറിയ 10 രൂപ. എനിക്ക് ചെറുത് തരണം. നിനക്കാ ഒരു ചെറുത് ഒരു വലുതും. ഞങ്ങൾ തന്നെ ഇവിടെ ഈ അമ്പലത്തിന് തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിൽ വന്ന് ഫുഡ്, ഇവിടെ ദോശയുണ്ട്, ചപ്പാത്തിയുണ്ട്, പൊറോട്ട ഉണ്ട് അല്ലേ. അപ്പം ഞങ്ങൾ ഒരു വലിയ ദോശയും ഒരു ചെറിയ ദോശയെന്ന് പറഞ്ഞു. ചെറിയ ദോശ 10 രൂപയും വലിയ ദോശയ്ക്ക് 30 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം എന്തായിട്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്തായാലും കുഴപ്പമില്ല. ഞങ്ങൾ കണ്ടൊരു ഹോട്ടലിൽ കയറിയാണ്, കഴിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം. ഇത് കണ്ടോ, ദോശയും ചെറിയ തട്ട് ദോശയും കടലക്കറി, സാമ്പാർ വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. ഇത് വലിയ ദോശയുണ്ടോ? ഉള്ളോ ദോശ ഉള്ളമോ? കുഴപ്പമില്ല. ഇതൊന്ന് കഴിച്ചു നോട്ടൊന്ന്. കുഴപ്പമില്ല. കടലക്കറി അത്ര ഒരു ടേസ്റ്റ് ഇല്ല. ദോശ നല്ല വലിയ ദോശയായിട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അഴുത നദിയിൽ അങ്ങോട്ടും അങ്ങ് മേലോട്ട് കയറുന്ന പോകുന്നുണ്ട്. ഇത്രയും നല്ല റോഡാണ് കേട്ടോ. കണ്ടോ, ഇതുവഴി ബസ് സർവീസൊക്കെ ഉള്ളതാണ്. ഇവിടുന്ന് പമ്പയ്ക്കും സർവീസുണ്ട്. ഇവിടെ ഇത്രയും മാത്രമേ റോഡുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് നിന്ന് നമ്മളങ്ങ് അഴുത നദിയിലോട്ടാണ് ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് പിന്നെ അഴുത മേട് കയറുന്നത്. ഇവിടെ ഇത്തിരി നല്ല റോഡാണ്. വേണ്ട ബസ്സുകളൊക്കെ പോകണ്ടോ, തമിഴ്നാട് ബസ്സൊക്കെ ഉണ്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, പമ്പ 19 കിലോമീറ്റർ നീട്ടുണ്ട്. വേണ്ട സ്വാമിശ്വരണം പരമ്പരാഗത കാനന പാത. ഉണ്ടാ അഴുത കടവിലേക്ക് സ്വാഗതം. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് കേട്ടോ. ഇതിൻ്റെ അമ്പലം ഇരിക്കുന്നത് ആ സൈഡ്, അവിടെയാണ് അമ്പലം ഇരിക്കുന്നത്.
അപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. ഇതുവഴി പോയിട്ട് താഴെ നോക്കി അമ്പലം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എഴുതാൻ മേടയുണ്ടോ. എന്നാ അവിടെ കൂടെയാണ് നമുക്ക് ഇനി അടുത്ത് കയറി പോകാനുള്ളത്. മേളിലോട്ട് കയറി പോകണം. ഇതാണ് കടവ്. അതുകൊണ്ട് അമ്പലമായിരിക്കുന്നത് അവിടെയാണ് കേട്ടോ. അത് കാണുന്നത് അവിടെയാണ് അമ്പലമായിരിക്കുന്നത്. കുളിക്കണേ? കുളിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇറങ്ങണം അല്ലേ. നമ്മളിങ്ങനെ കുളിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ മേളിൽ ചെന്നിട്ട് മേളിൽ നിന്ന് കുളിക്കണം. ഇവിടെ വെള്ളം കുഴപ്പമില്ലല്ലേ. പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ നോക്കൂല, അങ്ങോട്ടൊന്നും വിടൂല. ഇത് ഞങ്ങൾ കയറി വന്ന വഴിയാണ് കേട്ടോ. കണ്ടോ, കുറച്ചഞ്ഞ് കയറി ഒരു 10 മിനിറ്റ് കയറി കാണില്ലേ. 10 മിനിറ്റ് കയറി ആണ്. ഇനി ഇതിങ്ങനെ കയറാണ്ടോ. ഇച്ചിരി കടുപ്പം തന്നെയാണ്. കാരണം ഞങ്ങൾ ഫുഡും കൂടെ കഴിച്ചപ്പോൾ ഒരു നടക്കാൻ ഒരു കാരണം വളരെ പതുക്കെയാണ് നമ്മൾ പോകുന്നത്. കെട്ടെല്ലാം ബാഗിനകത്ത് വെച്ചുകൊണ്ട് ആണ് കയറുന്നത്. അല്ലാതെ പാട്. ഇനി കല്ലിടാൻകുന്ന് വരെ എന്തായാലും ഈ കയറ്റം തന്നെ. ഏതാണ്ട് 2 കിലോമീറ്ററാണ് ഈ കയറ്റമെന്ന് നമ്മളവിടെ ഫോറസ്റ്റിൽ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. 2 കിലോമീറ്ററാണ് കയറ്റം. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇറക്കമാണ്. അങ്ങ് കയറി പോണത് അങ്ങ് അത്രയും കയറണേ. അറിയില്ല ഇനി അങ്ങോട്ട് കയറണം. ഇടയ്ക്കിടയ്ക്ക് അവർ ടെൻറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും നാരങ്ങ വെള്ളം, പിന്നെ പൈനാപ്പിളുണ്ട്, ലെമൺ ജ്യൂസ് അതൊക്കെ ഉണ്ട്. അതൊക്കെ അവന് കൂടിയാ 30 രൂപ 40 രൂപ റേഞ്ചിനൊക്കെ ഉണ്ട്. അതൊരാശ്വാസം തന്നെ കേട്ടോ അത്. കാരണം ഞങ്ങൾ ബോട്ടിലിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ അടിയിൽ നിന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ. കയറി വന്നതാണ്ട് കല്ലിടും കുന്നായി. കല്ലിടും കുന്ന് താവളന്നുണ്ട്. ഇവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ടഫായിരുന്നു ഇപ്രാവശ്യത്തെ കയറ്റം. ബസ്സിലൊക്കെ പിടിച്ചു, എന്നാലും കുഴപ്പമില്ല. ഇനി കയറി അങ്ങനെ കല്ലിടാൻ കുന്ന് എത്തി കേട്ടോ. ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുക്കുഴിക്ക് തിരികെ. ഇതാണ് കേട്ടോ കല്ലിടാൻ കുന്ന് കേട്ടോ. കണ്ട് അവിടുന്ന് കയറ്റം, അവിടുന്ന് കയറിയാണ് വന്ന് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ കല്ലിടുന്നത്. ആക്ച്വലി ഇത് ഫസ്റ്റിൽ വരുന്നവരാണ് കല്ലിടുന്നത്. മുങ്ങി കുളിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു കല്ലെടുത്തുകൊണ്ട് വന്നാണ് ഇവിടെ. ഞാനിവിടെ വന്നിട്ട് തൊഴുത് ഒരു വലയം വെച്ച് വരും. ഉണ്ടോ ഇവിടെ അയ്യപ്പന്മാർ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ അതാണ് കല്ലിടാൻ കുന്ന്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു ചാർട്ട് കണ്ടാണ് കേട്ടോ. കല്ലിടാൻ കുന്ന് താവളം. ഞങ്ങൾ ആക്ച്വലി നിൽക്കുന്നതാണ് ഇവിടെ നിൽക്കുന്നുണ്ട്. കല്ലിടാൻ കുന്ന് ഇവിടെയാണ് നിൽക്കുന്നുണ്ടോ. ഇനി ഇവിടെ നിന്നാണ് മുക്കുഴി. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. മുക്കുഴി, ഇത് വള്ളിത്തോട്, പുതുശ്ശേരി, പിന്നെ കരിമല, ചെറിയാനവട്ടം, വലിയാനവട്ടം, പമ്പ. അവിടെ നമുക്ക് എത്തണം. നമ്മൾ നാളെ അവിടെ എത്തുള്ളൂ. ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ കയറി വന്നത്. എന്താ അപ്പൊ ഇനി മൊത്തം എത്ര കാണിച്ചേക്കുന്നത്? മുമ്പ് കരിമല വരെ 13 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് കരിമല വരെ നമ്മളിപ്പോ 1.5 കിലോമീറ്റർ നടന്നു. പുതുശ്ശേരി 1.5 കിലോമീറ്റർ ആണോ ചാർട്ട് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ കല്ലിടാൻ കുന്നെല്ലാം കഴിഞ്ഞ് വന്നത് കണ്ടോ. ഇഞ്ചിപ്പാറക്കോട്ട ശ്രീ അയ്യപ്പ ടെമ്പിൾ കണ്ടോ. ഇവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തി. ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു അമ്പലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കക്കൂസും ലാറ്ററിനും എല്ലാം ഉണ്ട്. ഇഞ്ചിപ്പാറക്കോട്ട എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇനി ഇത് ചുറ്റി
ഈ താഴെ ഈ അമ്പലത്തിൻ്റെ ഈ തൊട്ട് താഴെ ഒരു ചെറിയൊരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങോട്ട് കാണിച്ചു തരാം. കഴിഞ്ഞ മുമ്പൊക്കെ അത് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കൊണ്ടോ അടഞ്ഞു പോയെന്ന് അറിഞ്ഞുകൂടാ. അത് കാണിച്ചു കറങ്ങി താഴോട്ട് പോകാം. അത് അതങ്ങോട്ടാണ് താഴോട്ടാണ് പോകാനുള്ളത്. വേണ്ട ആ ഒരു ഗുഹ പോലെ കണ്ട ആ കാണുന്ന ഒരു ചെറിയൊരു ഗുഹയാണത്. അതിനകത്തോടെ ഇറങ്ങി പോകാൻ അതിനകത്തൊരു ചെറിയൊരു കിണറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് അവിടെ അടച്ചിരിക്കുകയാണ് ഇവിടെ. പക്ഷേ അതിനകത്ത് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ തന്നെ ഇവിടെ എല്ലാം കമ്പി വെച്ച് കെട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ നോക്കില്ല. ഇനി ഇവിടെ നേരെ താഴോട്ട് ഇനി അങ്ങോട്ട് ഫുൾ ഇറക്കമാണ് കേട്ടോ. ഇനി മുക്കുഴി വരെ ഇങ്ങനെ ഇറക്കമാണ്. കാരണം ഭയങ്കര ചെളിയും മഴയൊക്കെ പെയ്ത് ഇറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് സ്ലിപ്പ് ചെയ്യുന്നു. ചെരുപ്പ് നോക്കിക്കോളേ. ഞങ്ങൾ ചിലപ്പം മുക്കുഴിയിൽ ഞങ്ങൾ 3 മണിക്ക് മുമ്പേ ഞങ്ങൾ എത്തുകയാണെങ്കിൽ ഞങ്ങൾ മുക്കുഴിയിൽ നിന്ന് പിന്നെ നേരെ അടുത്ത് സ്റ്റേ ഉള്ള സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാനാണ്. കാരണം കുറച്ചുകൂടെ അങ്ങോട്ട് മാറി സ്റ്റേ ചെയ്താലേ നാളെ എളുപ്പമായിരിക്കും കരിമല കയറാൻ വേണ്ടി. അതുകൊണ്ട് 3 മണിക്ക് മുമ്പേ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുക്കുഴി സ്റ്റേ ചെയ്യില്ല. അടുത്ത ഏതെങ്കിലും ഒരു സ്റ്റേയിൽ ഇവിടുത്തെ സ്റ്റേ ചെയ്യുള്ളൂ. ഇതിനകത്ത് കണ്ടോ വലിയ ഹോൾ കേട്ടോ. അത് ഒരു നല്ല നല്ല സ്പേസ് ഉള്ള സ്ഥലം. ഇങ്ങോട്ട് വലിയൊരു ഹാൾ പോലെ ഉണ്ട്. ഈ സൈഡ് ആയാലും അപ്പർ സൈഡ് അതേപോലെ നല്ല വലിയ സൈസാണ്. എനിക്ക് ഈ 2 സൈഡിലേക്ക് പിടിച്ച് നിൽക്കാൻ തന്നെ എത്ര ഉണ്ടോ. നല്ല വലിയൊരു മരമാണ്. അതിൻ്റെ വേരാണ് ഈ കാണുന്നത് എത്രയും. ഇപ്പുറ സൈഡും അതേപോലെ തന്നെ കേട്ടോ. ഇതിനെക്കാളും വീതി ഇവിടെ ഉണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ച. അതുപോലെ വേറൊരു മരം അവിടെ നിൽപ്പുണ്ടോ. ചുറ്റും അത് തന്നെ. അങ്ങനെ ഞങ്ങൾ മുക്കുഴിയായി കേട്ടോ. ഇപ്പോൾ 1:30 മണിയായി. കാരണം ഇവിടെ തന്നെ അങ്ങോട്ട് 3 മണി വരെ 3 മണിയല്ലേടേ 3 മണി വരെ ഇനി അടുത്ത വീഡിയോക്കിനടുത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ഒന്ന് കുറച്ച് ഒരു അരമണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്ത് റെസ്റ്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും. ഇതാണ് മുക്കുഴി അമ്പലം കേട്ടോ. ആ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങിയാണ്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം അങ്ങോട്ട് എങ്ങനെയാണ് പോകണമെന്നുള്ളത്. ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ട്. ഇവിടെയൊക്കെ വണ്ടികളൊക്കെ വരും കണ്ട. ഉണ്ട് ഓട്ടോയൊക്കെ കിടപ്പുണ്ട്. ഇത് വരാൻ വേറെ വഴിയുണ്ടോ ഇങ്ങോട്ട് വരാൻ? ഇവിടെ നിന്ന് വെള്ളാരം ചെറ്റ താവളം ഇതാണ്. ഇവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഒരു ബോർഡ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടെൻ്റല്ല ഇവിടെ നമുക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങളിനി അടുത്ത ഇതിലോട്ട് പോവുകയാണ്. പക്ഷേ ടൈമുണ്ടോ, അതുകൊണ്ടാണ് നമ്മളങ്ങ് അടുത്ത ഇതിലോട്ട് പോകുന്നത്. എന്തായാലും 5 മണിക്ക് ഇനിയിപ്പോൾ അവിടെ ക്ലോസ് ചെയ്യുള്ളൂ. 5 മണിക്ക് മുമ്പേ നമുക്ക് അടുത്ത സ്റ്റേ ഉള്ള സ്ഥലത്ത് എത്തണം. ഇവിടെ അടുത്ത സ്റ്റേ ഉള്ള സ്ഥലം അത് അടുത്ത സ്റ്റേ ഉള്ള സ്ഥലം ഏതാണ്? മറന്നു തന്നെ. പുതുശ്ശേരി അല്ല, എന്തോ സ്ഥലം കേട്ടോ, പേര് മറന്നു കേട്ടോ. ഇത്ര നേരം ഓർമ്മയുണ്ടായിരുന്നത്. ഞങ്ങളവിടെ ഒരു 2 സെക്കൻഡ് നിന്നോളൂ കേട്ടോ. കാരണം ഞങ്ങൾക്ക് പിന്നെ 5 മണിയായ എന്തെങ്കിലും മഴ വല്ലതും പെയ്യുകയാണെങ്കിൽ പ്രശ്നമാകും. കാരണം ഇനി അങ്ങോട്ട് ഇച്ചിരി ഇതാണ്, ഒരു തിക്കായിട്ടുള്ള കാടാണ്. അപ്പോൾ അതുകൊണ്ട് സ്വല്പം നമ്മൾ സ്പീഡിൽ നടക്കുകയാണ്. നടന്ന് എങ്കിലും അവിടെ എത്താൻ പറ്റുള്ളൂ. അവിടെ എന്തായാലും നമ്മൾ കരിമല കയറാൻ പറ്റില്ല. എന്തായാലും നാളെ തന്നെ. അങ്ങനെ തൻ്റെ പുതുശ്ശേരി താവളത്തിൽ കേട്ടോ. നല്ല മഴ നനഞ്ഞാണ് നമ്മൾ തൻ്റെ ഇത്രയും പേര് പോകുന്നത്. ഞാനാണെങ്കിൽ ഫുള്ള് നനഞ്ഞ കേട്ടോ. അപ്പോൾ ഈ ഏതാണ്ട് 1/2 മണിക്കൂറായി മഴ പെയ്യുന്നത്, നനഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഫുള്ള്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനകത്തോട്ട് കയറണം. ടെൻറ്റിനകത്തോട്ട് കയറിയ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഈ പുതുശ്ശേരിയിൽ നിന്ന് നാളെ പിന്നെ കരിമല കയറി നാളെ പമ്പ. ആ വീഡിയോ നമുക്ക് നാളെ കാണാം. പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.